ഹരേ കൃഷ്ണ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം അധ്യായം 6 ധ്യാനയോഗം. ശ്ലോകം 1. ശ്രീ ഭഗവാനുവാച അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതി യഃ സ സന്യാസീ ച യോഗീ ച ന നിരഗ്നിർന ചാക്രിയഃ. അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതി യഃ സ സന്യാസീ ച യോഗീ ച ന നിരഗ്നിർന ചാക്രിയഃ. ശ്രീ ഭഗവാൻ പറഞ്ഞു, കർമ്മത്തിൻ്റെ ഫലത്തിൽ ആസക്തിയില്ലാതെ ധാർമ്മിക ബാധ്യത എന്ന നിലയിൽ കർമ്മം ചെയ്യുന്ന ആളാണ് സന്യാസി. അയാളാണ് യഥാർത്ഥ യോഗിയും, അല്ലാതെ അഗ്നിഹോത്രം ഉപേക്ഷിച്ചവനോ കടമ നിർവഹിക്കാത്തവനോ അല്ല. ഭാവാർത്ഥം: ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കാനുള്ള ഒരു മാർഗമാണ് അഷ്ടാംഗയോഗ പദ്ധതിയെന്ന് ഈ അധ്യായത്തിൽ ഭഗവാൻ വ്യക്തമാക്കുന്നു. എന്നാൽ സാധാരണ ജനങ്ങൾക്ക്, വിശേഷിച്ച് കലിയുഗത്തിൽ, പ്രയാസമേറിയ പ്രക്രിയയാണിത്. അതുകൊണ്ട് അഷ്ടാംഗയോഗചര്യ ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നുണ്ടെങ്കിലും കർമ്മയോഗം, കൃഷ്ണാവബോധത്തോടെ ചെയ്യുന്ന കർമ്മം, താരതമ്യേന വിശിഷ്ടമെന്നും ഭഗവാൻ ഉത്ബോധിപ്പിക്കുന്നു. ഏതൊരാളും സ്വകുടുംബത്തെയും ബന്ധുക്കളെയും പുലർത്താൻ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. സ്വാർത്ഥ താല്പര്യമൊന്നുമില്ലാതെ സാധാരണ ആരും പ്രവർത്തിക്കുന്നില്ല. പരിധി ചെറുതോ വലുതോ എന്ന വ്യത്യാസമേ ഉള്ളൂ. ഫലസിദ്ധി ഉദ്ദേശിക്കാതെ കൃഷ്ണാവബോധത്തോടെ ചെയ്യുന്ന കർമ്മമാണ് പൂർണ്ണതയുടെ മാനദണ്ഡം. സ്വാഭാവികമായി എല്ലാ ജീവാത്മാക്കളും ഭഗവത് അംശമാകയാൽ കൃഷ്ണാവബോധത്തിലെ പ്രവർത്തനം അവരുടെ കടമയുമാണ്. ശരീരാവയവങ്ങളിൽ ഓരോന്നും മുഴുവൻ ശരീരത്തിൻ്റെയും തൃപ്തിക്കാണല്ലോ പ്രവർത്തിക്കുന്നത്. ഒന്നുപോലും സ്വസംതൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല. അതുപോലെ സ്വാർത്ഥ താല്പര്യം ഉപേക്ഷിച്ച് പരമപുരുഷൻ്റെ സംപ്രീതിക്കായി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ജീവസത്തയാണ് യഥാർത്ഥ സന്യാസിയും യഥാർത്ഥ യോഗിയും. ചിലപ്പോൾ സന്യാസികൾ ഭൗതിക കർത്തവ്യങ്ങളിൽ നിന്ന് വിമുക്തരാണെന്ന തെറ്റിദ്ധാരണ മൂലം അഗ്നിഹോത്രാദി കർമ്മങ്ങളിൽ നിന്നൊഴിഞ്ഞു നിൽക്കാറുണ്ട്. വാസ്തവത്തിൽ ഔവ്യക്തിഗത ബ്രഹ്മത്തോടുള്ള ലയനത്തെ ലക്ഷ്യമാക്കുന്നതുകൊണ്ട് അവർ സ്വാർത്ഥ തൽപരരാണ്. ഏതൊരു ഭൗതിക തൃഷ്ണയേക്കാളും വലുതാണ് മേൽപ്പറഞ്ഞ ആഗ്രഹം. അത് നിസ്വാർത്ഥമല്ല. എല്ലാ ഭൗതിക പ്രവർത്തനങ്ങളും നിർത്തിവെച്ച് അർത്ഥനിമീലിതാക്ഷനായി യോഗപരിശീലനം ചെയ്യുന്ന അഷ്ടാംഗയോഗിയും സ്വാത്മാനന്ദത്തെ തേടുകയാണ്. കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കുന്നവനാകട്ടെ സ്വാർത്ഥോദ്ദേശമില്ലാതെ പരിപൂർണ കൃഷ്ണനു വേണ്ടി കർത്തവ്യം നിറവേറ്റുന്നു. സ്വന്തം തൃപ്തിക്കായല്ല അയാൾ പ്രവർത്തിക്കുന്നത്. കൃഷ്ണൻ്റെ പ്രീതിയാണ് തൻ്റെ വിജയത്തിൻ്റെ മാനദണ്ഡമായി ഭക്തൻ കരുതുന്നത്. അയാൾ തികഞ്ഞ സന്യാസിയും ഉത്തമ യോഗിയുമാണ്. പരിത്യാഗത്തിൻ്റെ ഉത്തമ പ്രതീകമായ ചൈതന്യ മഹാപ്രഭു ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്: ന ധനം ന ജനം ന സുന്ദരീം കവിതാം വാ ജഗദീശ കാമയേ മമ ജന്മനി ജന്മനീശ്വരേ ഭവതാത് ഭക്തിരഹൈതു കീത്വയി. ഹേ സർവശക്ത, ധനം സമ്പാദിക്കാനോ സുന്ദരികളുമൊത്ത് സുഖിക്കാനോ എനിക്ക് ആഗ്രഹമില്ല. അനേകം ശിഷ്യന്മാരും എനിക്ക് വേണ്ട. ജന്മങ്ങൾ ഓരോന്നിലും അങ്ങയിൽ അഹൈതുകമായ ഭക്തി ഉണ്ടായാൽ മാത്രം മതി. ഹരേ കൃഷ്ണ. രാധേ രാധേ.